അജയ് എവിടെ? അജയിനെ കാണാനില്ലല്ലോ. എല്ലാം അജയ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അജയ് ഗുഡ് ബോയ് ആണ്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. മാലയുടെ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഇവിടെ നച്ചാങ് എന്ന് പറഞ്ഞു. അതായത് എഴുതണത് NHATRANG എന്നാണ്, നട്രാങ് എന്നാണ്. പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്യണത് നച്ചാങ് എന്നാണ്. അതെ, നച്ചാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ദലത്ത് നിന്ന് നച്ചാങ്ങിലേക്ക് ബൈ ബസ്സാണ് വന്നത്. ഒരു 3 to 4 hours ബസ് ഡ്രൈവ് വേണ്ടേന്നുള്ളൂ. നമ്മൾ രാത്രി അവിടെ നിന്ന് കയറി രാത്രി തന്നെ ഇവിടെ എത്തി. നമ്മൾ നച്ചാങ്ങിൽ താമസിച്ചത് ഈ ഒരു ഹോസ്റ്റലിലാണ്. കണ്ട, ഇതാണ് പറഞ്ഞത്. എഴുതണത് നട്രാങ് എന്നാണ്, പക്ഷെ വായിക്കണത് നച്ചാങ് എന്നാണ്. ഒരു 1 day നമ്മൾ ഇവിടെ ഉള്ളൂ. ഇന്ന് രാത്രി നമ്മൾ ദനാങ്ങിലേക്ക് പോകും. കാരണം ദനാങ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് വിയറ്റ്നാമിൽ. നിങ്ങൾ കുറേ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബാണ ഹിൽസ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നമ്മൾ എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ടിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ദനാങ്ങിലെ സ്റ്റേയും ബുക്ക് ചെയ്തു. മെമ്മറി എന്ന് പറഞ്ഞ സ്ഥലം എല്ലാം അജയ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അജയ് ഗുഡ് ബോയ് ആണ്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. കൂടെ വന്ന ടീം ആൾക്കാരെല്ലാം തിരിച്ചു പോയി കഴിഞ്ഞപ്പം തൊട്ടുള്ള നമ്മുടെ എല്ലാ ഐറ്റിനറിയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ അജയ് ആണ്. ഇവിടുന്ന് ഇന്ന് വൈകിട്ട് 7:30 നമുക്ക് ട്രെയിൻ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊരു ഇൻ്റർനാഷണൽ വന്നിട്ട് ട്രെയിനിൽ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ആക്ടിവിറ്റി എന്താണെന്നുണ്ടെങ്കിൽ, ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ബീച്ചുണ്ട്. വിൻപേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിൻ്റെ അവിടെ ബീച്ചുണ്ട്. അവിടെ കേബിൾ കാർ ഉണ്ട്. അതായത് കടലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുന്നൊരു കേബിൾ കാർ ഉണ്ട്. വീടല്ലേ അജയനോട് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഇന്ന് അവിടെ പോയിട്ട് ബുക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ആക്ടിവിറ്റി. പിന്നെ ഇവിടെ നച്ചാങ്ങിൽ അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എന്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെയും കഴിച്ചത്. സോ നമ്മളിത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഹെർ നെയിം ഇസ് മാല. ഷീസ് ഫ്രം UK. പേര് ചോദിച്ചപ്പോൾ മാല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മിന്നാരത്തിലെ മാലേനെയാണ് ഓർമ്മ വന്നത്. അജയ് ഇതേ ക്യാമറ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാലയുടെ ഫോട്ടോ എടുക്കാൻ പോവാണോ? മാലയുടെ ഫോട്ടോ എടുക്കാൻ എങ്ങനത്തെ ഫോട്ടോ എടുക്കാൻ പോകുന്നത്? ലൈക്ക് നോർമൽ പോർട്രേറ്റ്സ് എടുക്കാനാണ്. ഞാൻ കണ്ടപ്പോഴത്തേക്കും നല്ല വൈബ്രന്റ് കളേഴ്സ് ആണ് ആള്. പിന്നെ സിൽവർ ആക്സസറീസും കാര്യങ്ങളും കണ്ടപ്പോഴത്തേക്കും കേബിൾ കാറിൻ്റെ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വിൻപേളിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. നമുക്കിവിടെ 2-3 ഫ്രണ്ട്സിനെ കിട്ടി. നേരത്തെ ഓൾറെഡി കണ്ടല്ലോ, മാലയുണ്ട്. അതേപോലെ തന്നെ വേറെ 2-3 പേരും ഉണ്ട്. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് സംസാരിച്ച് ഞങ്ങൾ അങ്ങ് കുറച്ച് കൂട്ടായി. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ ഇവിടുന്ന് ഗ്രാബ് എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടുത്തെ ഒരു ക്യാബാണ്. നമ്മുടെ നാട്ടിൽ ഊബറും ഒരുപോലെ നമ്മൾ തായ്ലൻഡിലും അതേപോലെ വിയറ്റ്നാമിലുള്ളൊരു ക്യാബാണ് ഗ്രാബ്. അപ്പോൾ ഗ്രാബ് എടുത്തിട്ട് നമ്മളിപ്പോൾ വിൻപോളിൻ്റെ അവിടേക്ക് പോകും. അജയ് ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രാബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് ഒരു 10 minutes ഡ്രൈവ് എങ്ങാനേ ഉള്ളൂ. നമ്മളിത് ഗ്രാബിലെല്ലാം കയറി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ എല്ലാവരും ഉണ്ട്. അജയ് എവിടെ? അജയിനെ കാണാനില്ലല്ലോ. അതെ, ഇവിടെ ഉണ്ട്. അപ്പോൾ ഗ്രാബ് കയറിയപ്പോഴാണ് കുറച്ച് സമാധാനമായത്. കാരണം AC നല്ല ചൂടാണ് പുറത്ത്. കുറച്ച് AC കൊണ്ടപ്പോഴാണ് സമാധാനമായത്. മാല ഗ്രാബിന്റെ ഡ്രൈവർ ഇവിടെ ടിക്കറ്റിന്റെ കൗണ്ടറിന്റെ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പം പെർ പേഴ്സണ് വരുന്നത് 200 VND ആണ്. അതായത് അപ്പ് ആൻഡ് ഡൗൺ. നമ്മളെ അങ്ങോട്ടും കൊണ്ടുപോകും, അതേപോലെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്കും കൊണ്ടുവരും. ഞങ്ങൾ മൊത്തം 7 ആൾക്കാരുണ്ട്. അടിപൊളി.
View is good, yeah. ഇത് ശരിക്കും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഇവിടെ നറ്റാങ്കിൽ വരുവാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഈ ഒരു കേബിൾ കാറിന്റെ ഇത്. നമ്മൾ ഇതിന്റെ മുന്നേ കേബിൾ കാറിന്റെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടില്ല ഇത്. നമ്മൾ അതെ, കേബിൾ കാർ ഒരു അത്ഭുതമായിട്ട് തോന്നി ഇപ്പോഴാണ്. കാരണം പ്രത്യേകിച്ച് ഈ സീയുടെ മുകളിൽ കൂടെ നമ്മളിങ്ങനെ പോകുന്നതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് നമ്മുടെ കൂടെ വന്ന ഒരാളാണ്. വാട്ട്സ് യുവർ മോം നെയിം? യാനാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. യാന, താങ്ക് യു സോ മച്ച് യാന. I would like you because I don't like to speak on the camera because that's like it's difficult to start for me, but for you it's like natural. She's the vlogger, not for me. നമ്മളിപ്പോ കേബിൾ കാറിന്റെ ഇത് കഴിഞ്ഞിട്ട് വന്നത് വിൻ ഹാർബറിലാണ്. ശരിക്കും അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ നത്താങ്കില് മസ്റ്റ് വിസിറ്റ് ആയിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് ഈ വിൻപേൾ. അങ്ങനെ ഫൈനലി നമ്മുടെ കേബിൾ കാർ എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഞാനും അജയും മാത്രമേ ഉള്ളൂ. ഗ്രാബ് സ്കൂട്ടറാണ് എടുത്തത്. അപ്പോൾ രണ്ടുപേരും 2 ഡിഫറെൻറ്റ് സ്കൂട്ടേഴ്സാണ് എടുത്തത്. ഇവിടുന്ന് ഒരു 15-20 മിനിറ്റ്സ് റൈഡേ ഉള്ളൂ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക്. ഇനി ഹോസ്റ്റലിൽ എത്തിയിട്ട് നമുക്ക് പാക്ക് ചെയ്തിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഗ്രാബ് ടാക്സി എടുക്കുന്നതിനെക്കാട്ടും വളരെ ചീപ്പാണ് നമ്മൾ സ്കൂട്ടർ എടുക്കുമ്പം. ശരിക്കും ഒരു 20 VND 30 VND ഒക്കെ വരത്തുള്ളൂ നമ്മൾ സ്കൂട്ടർ എടുക്കുവാണെങ്കിൽ. ഭയങ്കര ചീപ്പാണ് ഇവിടെ. ഞങ്ങളിതേ ഹോസ്റ്റലിലെത്തി. ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. 7:30ക്കാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലെത്തി. സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്ത് ചോദിച്ചപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നില്ല എന്നാ പറഞ്ഞത്. എന്താണ് അവർ പറഞ്ഞത് ട്രെയിനിന്റെ കാര്യം? 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് കിട്ടും. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ മാതിരിയല്ല. ഇവിടെ എന്താ പറയുക, പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ പാസഞ്ചേഴ്സിനെ കയറ്റണമെങ്കിൽ നമ്മുടെ ട്രെയിൻ വരുന്ന സമയത്ത് മാത്രമേ അവർ അലൗ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് അജയ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രെയിൻ വരിക. 7:25 ആണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ ആ ടൈമിൽ മാത്രമേ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റുള്ളൂ. നമ്മുടെ നാട്ടിലത്തെ മാതിരി നമുക്ക് പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല. ട്രെയിനിൽ കയറി. ഫുള്ള് വുഡ് പോലെയാണ് കേട്ടോ ഇത് ചെയ്തത് ട്രെയിനിന്റെ. എങ്ങനെയുണ്ട്? പക്ഷെ കിടക്കാൻ പറ്റി. ഞങ്ങൾ ആദ്യം വിചാരിച്ച കിടക്കാനൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം വിയറ്റ്നാമില് വെക്കേഷനാണ്. അപ്പം ട്രെയിന് കുറച്ച് ഇതായിരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ കുഴപ്പമില്ല. നാളെ രാവിലെ നമുക്ക് ദനാങ്കിൽ വെച്ച് കാണാം. അപ്പം എന്തായാലും ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഈ ട്രെയിനിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ദനാങ്കാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ റൂമിലേക്ക് പോവാം. വാൽക്കേറ്റ് പേരൊക്കെ ഉണ്ട് പെട്ടിന്റെ മുകളിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലത്തെ മാതിരിയല്ല. ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവർ ട്രാക്കിൽ നിന്ന് മാറ്റും. ഇതിപ്പോൾ അജയ് പോകുന്ന സ്ഥലത്ത് ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. ഇനി അടുത്ത ട്രെയിന് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴേ അവർ പാസഞ്ചേഴ്സിനെ കയറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പ്ലാറ്റ്ഫോം ഇത്ര നീറ്റായിട്ട് നിൽക്കുന്നത്. ഇതുപോലൊരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റിൻ്റെ അപ്പുറത്തേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇതേ ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ പെർമിഷൻ വേണം. നമ്മുടെ ഗ്രാബ് ബുക്ക് ചെയ്തത് ഇതേ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇനി റൂമിലേക്ക് പോവാം. നമ്മൾ മെമ്മറി തപ്പി നമ്മുടെ മെമ്മറി മൊത്തം പോയി. ഇതാണ് അജയ് ബുക്ക് ചെയ്ത ഹോട്ടല്. ഇതിന്റെ ഇടയിലേക്ക് എങ്ങനെ കയറുന്ന അറിയില്ല. ഇത്
അങ്ങോട്ട് കയറാൻ പറ്റുമോ? ഇവർക്ക് ഇവിടെ ലിഫ്റ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, ഫുള്ള് സ്റ്റെപ്പാണ്. അങ്ങനെ നമ്മൾ ഇതിപ്പം റൂം ചെക്ക് ഇൻ ചെയ്യൊന്നും ചെയ്തില്ല, കാരണം 2 o'clock ഇവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അവരുടെ സ്റ്റോറേജ് ഉണ്ട്, അവിടെ ലഗേജ് എല്ലാം വെച്ച് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ജസ്റ്റ് ഇതാ പുറത്തേക്ക് ഇറങ്ങിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. പിന്നെ ബൈക്കോ സ്കൂട്ടറോ എന്തെങ്കിലും റെൻറ്റിന് കിട്ടുമോ എന്നുള്ളത് നോക്കണം ഞങ്ങൾക്ക്. നാളെയാണ് നമ്മൾ ബാണ ഹിൽസിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. രാവിലെ നടന്ന് നമ്മളിതേ വീഗൻ കഫേയിൽ എത്തിയിട്ടുണ്ട്. ഗ്രാബ് ടാക്സിയോ ഗ്രാബ് ബൈക്കോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അജയ് പറഞ്ഞു വേണ്ട, രാവിലത്തെ എക്സസൈസാണ്, നമുക്ക് നടക്കാൻ പറഞ്ഞു. അതിനൊരു 15 minutes നടന്നതേ വീഗൻ കഫേയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് വന്നിട്ടുണ്ട്. ഇതൊരു ബ്രെഡും ഇത് ടോഫുവിൻ്റെ എന്തോ ഒരു സോസാണ്. അപ്പോൾ ഈ ബ്രെഡ് ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുക വേണ്ടത്. ഫുഡെല്ലാം ഓർഡർ ചെയ്തത് അജയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളിയാണോ? മഷ്റൂം, ടോഫു, അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്. ദനാങ്കിൽ വരുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, വീഗൻ ഫുഡ് ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം. പിന്നെ നല്ല വീഗൻ ഫുഡ് കാണുമ്പം ഇത് നന്നായിട്ട് കഴിക്കും, കാരണം എപ്പോഴും അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് ഫുൾ ഇവൻ തീർത്തു, നോക്കിക്ക് ഫുൾ അവൻ തീർത്തു. എനിക്ക് ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇവർക്ക് ദലത്തിലും ഉണ്ട് റെസ്റ്റോറൻറ്റ്, അത് പക്ഷെ നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ അവര് പറഞ്ഞു, കാരണം ഇതിന്റെ ഓണർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവര് നമുക്ക് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു തന്നു. ഒന്നും അവിടെ വെക്കിടോ. ഇവരുടെ ഒരു സോസേജ് ഉണ്ടായിരുന്നേ, വീഗൻ സോസേജ്, അത് കഴിച്ചു തീർത്തില്ല. ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു, മുഴുവൻ കഴിച്ചു തീർത്തു. ശരിക്കും നമ്മുടെ നോൺ വെജ് സോസേജിന്റെ അതേ ടെക്സ്ചറും അതേ ടേസ്റ്റ് ഒക്കെ നമ്മുടെ ബാർലെ ഇല്ലേ, ആ ബാർലെ വെച്ചിട്ടാണ് അവർ അതിന്റെ സ്റ്റാർച്ച് മൊത്തം കളഞ്ഞിട്ട് അതിങ്ങനെ പരത്തി മുറിച്ച് നമ്മുടെ അട പോലെ ഇരിക്കും, പക്ഷെ അടിപൊളി ടെക്സ്ചർ, പ്രോപ്പർ സോസേജിന്റെ ടെക്സ്ചർ. ഇത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ്. ഞാൻ ട്രൈ ചെയ്തോളാം, അവിടെ ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. ഇതെന്റെ അടിപൊളി ടേസ്റ്റ്. യെല്ലോ കളർ സ്കൂട്ടറൊക്കെ അജയ് റെന്റിനെടുത്തിട്ട് നമ്മൾ ദനാങ് സിറ്റിയിൽ നട്ടുച്ചയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നല്ല ചൂട്, പിന്നെ കേരളത്തിലുള്ള നമുക്ക് ഈ ചൂടൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ ഈ ദയനീയ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ഹോട്ടലിലത്തെ അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 2 o'clock ചെക്കിന് 12 o'clock ആക്കി തന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ റൂമിലേക്ക് പോകും, എന്നിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് വെയിലൊന്ന് കുറച്ചൊന്ന് താന്നിട്ട് വേണം ഞങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ റൂം. ഞങ്ങൾ അങ്ങനെ ഫ്രഷായി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ എവിടെയാ പോകുന്നേ? അത് എവിടെയാ പോകുന്നതെന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പൊ ജസ്റ്റ് ദനാങ് സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് മാർബിൾ മൗണ്ടെയിനിൽ പോകണമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ അത് 5:30 ക്ലോസ് ചെയ്യുന്നോണ്ട് ഞങ്ങൾ നാളെ പോവാന്നാ വിചാരിക്കുന്നത്. കുറച്ച് കുന്നും മലയൊക്കെ കയറി പോണം. അപ്പൊ അജയ് ആണെങ്കിൽ ഇത് ഇലക്ട്രിക് സ്കൂട്ടറാണ് എടുത്തത്. ഇത്രയും നേരം നല്ല എന്താ പറയാ നല്ല സ്പീഡിലൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ചൊന്ന് സ്പോർട്സ് മോഡിലാക്കി. നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ ഓൾറെഡി ബോർഡ് തന്നെ ഉണ്ട്. ഇപ്പോഴാണ് ഞങ്ങളിത് കണ്ട്, ഓട്ടോമാറ്റിക് സ്കൂട്ടേഴ്സ് പ്രോഹിബിറ്റഡ് ആണ് 2 kilometers. അപ്പൊ നമുക്ക് ആ ഒരു പ്ലേസ് ഇനിയിപ്പോൾ പോയി കാണാൻ പറ്റത്തില്ല. മഞ്ഞ സ്കൂട്ടർ, അതും എന്താ ഓട്ടോമാറ്റിക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു മഹാൻ എടുത്തതാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ധനാങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കരുത്. നമ്മളിതേ ബൈക്കെല്ലാം മാറ്റി വേറെ ബൈക്ക് എടുത്ത് ഇവിടെ വന്നിട്ട് സോൺട്ര ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നത്. ബൈക്കെല്ലാം ചേഞ്ച് ചെയ്തു, നല്ല സൂപ്പർ ബൈക്കാണ്. ഇപ്പം ഫുൾ പവർ ഉള്ള വണ്ടിയാണ്. നമുക്കിവിടെ ഡ്രോൺ ഫ്ലൈ ചെയ്യാന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത്. ഇത് ലേഡി ബുദ്ധ സ്റ്റാച്യു ആണ്. ഇത് സിമെന്റിലാണ് ഉണ്ടാക്കിയെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. ഫോണിൽ നമുക്ക് കുറച്ച് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട്. ഡ്രോണിൽ കുറച്ച് വീഡിയോസും ഫുട്ടേജൊക്കെ അജയ് എടുത്തിട്ടുണ്ട്. നമ്മളിനി ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ലേഡി ബുദ്ധയുടെ സ്റ്റാച്യു കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ പഗോഡ കാണാൻ വേണ്ടി വന്നാണ്. ഇവിടെ നിന്നാൽ നമുക്ക് ലേഡി ബുദ്ധയുടെ സ്റ്റാച്യു കാണാം കേട്ടോ. ഇതേ നമ്മൾ ഇവിടെ അടുത്തത് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ അത്ര ആൾക്കാരൊന്നുമില്ല, ആൾക്കാർ കുറച്ച് കുറവൊക്കെ ഉണ്ട്.
ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. വിശന്നിട്ട് വയ്യ, രാവിലെ ഫുഡ് കഴിച്ചാണ്, പിന്നെ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവിടെയാണ് വന്നത്. റൂട്ട്സ് പ്ലാൻ ബേസ്ഡ് കഫേ, വീഗൻ കഫേയിലാണ് വന്നത്. ഡിന്നറെല്ലാം കഴിച്ച് നമ്മളിതേ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നാളെ രാവിലെ ഏർലി മോർണിംഗ് ആണ് നമുക്ക് ബാണ ഹിൽസിലേക്ക് പോകേണ്ടത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.